x plus a into നല്ല കുട്ടികളോ. പെണ്ണ് ഇത് തന്നെയാ. കണ്ടാ നമ്മുടെ ഗവർണറെ ഉരിച്ചു വെച്ചതുപോലെ ഇല്ലേ? മോളെ സാരി ഉടുത്ത് റെഡി ആയിട്ട് വാ. അമ്മേ അമ്മേ എന്തിനാ എന്റെ കല്യാണത്തിന് ഇത്ര ധൃതി? എനിക്കിനി പഠിക്കണം. അച്ഛനോടൊന്ന് പറയമ്മേ. ഞാൻ മാത്രമല്ല, ആ ദൈവം വന്ന് പറഞ്ഞ പോലെ നിന്റെ അച്ഛൻ കേൾക്കില്ല. വേഗം പോയി അമ്മേ പ്ലീസ് അമ്മേ. അമ്മ ഞാൻ പറയുന്നത് ചേച്ചി പ്ലീസ് ചേച്ചി, എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് പഠിക്കണം പ്ലീസ് ചേച്ചി. ഐശു, ഞാനും നിന്നെ പോലെ പണ്ട് ഇങ്ങനെ വാശിയിലായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, കല്യാണം കഴിഞ്ഞൊരു കൊച്ചായപ്പോ സന്തോഷമായിട്ടില്ല ജീവിക്കുന്നേ. ഗവർണറെ, ചെറുക്കൻ എന്റെ ചേട്ടന്റെ മോനാ. ചെറുപ്പം മുതലേ എനിക്കറിയാം. വളരെ നല്ല പയ്യനാ. സന്തോഷം. പക്ഷേ പെൺകുട്ടി വളരെ ചെറുപ്പമല്ലേ? ഒന്ന് ആലോചിച്ചിട്ട് ചെയ്തൂടെ? ഡോ, ഒരു ആൺകുട്ടി ഉണ്ടെന്നുള്ള അഹങ്കാരത്തിലാണ് താൻ ഇതുപോലെ സംസാരിക്കുന്നത്. പറഞ്ഞോ, ഒരു പെൺകുട്ടിയുടെ അച്ഛന്റെ വിഷമം തനിക്ക് എങ്ങനെ മനസ്സിലാവുന്നേ? പെൺകുട്ടികൾ സ്കൂളിൽ പോയി വീട്ടിൽ തിരിച്ചെത്തുന്നവരെയും ഒരു അച്ഛന്റെ മനസ്സിൽ തീയായിരിക്കൂടോ. ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് താൻ എന്നെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. ചെല്ല്, വേഗം ചെന്ന് സാരി എടുത്തേ. ചെല്ല് ചെല്ല്. ശരി, നിങ്ങളുടെ ആരുടെ സഹായം ഒന്നും എനിക്ക് വേണ്ട. നോക്കട്ടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ഐശു, അവിടെ നിൽക്ക്. ഐശു, അല്ല പ്രസിഡന്റ്, ഈ ലോലിപ്പോപ്പ് നുണഞ്ഞു കഴിക്കുന്ന സുഖം വേറെ ഒന്നിനുമില്ല. കത്തിയെരിഞ്ഞുകൊണ്ട് പ്രകാശം തരുന്ന ദീപത്തിന്റെ വാല്യൂ അലിഞ്ഞില്ലാതായി സന്തോഷം തരുന്ന ഈ ലോലിപ്പോപ്പിനില്ല. സെക്രട്ടറി, സംസ്ഥാന തലത്തിൽ നമ്മളുടെ സംഘം വളർന്നു വലുതാകുമ്പോൾ ദീപത്തിന്റെ അതേ വാല്യൂ സ്വാദിഷ്ടമായി ലോലിപ്പോപ്പിന് നൽകണം. വളരെ രസകരമായിട്ട്. എന്റെ കോൺസെപ്റ്റ് അല്ലേ? അല്ല, ഈ ലോലിപ്പോപ്പ് കല്യാണം വിളിക്കാൻ ഫ്ലെക്സോ എന്തുവാടേ ഇത്? അല്ല പ്രസിഡന്റ്, ഇവിടെ ഫ്ലെക്സ് വെക്കാനുള്ള അധികാരം നമ്മുടെ സംഘത്തിന് മാത്രമേ ഉള്ളതാ. ഇതിലടിച്ചു വരുന്ന ഫോട്ടോയും നമ്മുടെ ആയിരിക്കണം. ഇതിനെതിരെ ആക്ഷൻ എടുത്തേ പറ്റൂ. എടാ, അത് നമ്മുടെ ശിവശങ്കര കൗണ്ടറുടെ മകൾ ഐശ്വര്യല്ലേ? സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു, പണി കൊടുക്കണം. ലോയറിനെയാണോ വിളിക്കുന്നത്? ലോയർ ആണടാ സംസാരിക്കുന്നേ. എക്സ്ക്യൂസ് മീ യുവർ ഓണർ, അക്കോർഡിംഗ് ടു ഇന്ത്യൻ പെൻസിൽ കോഡ്. മലയാളത്തിൽ പറഞ്ഞാ മതി പ്ലീസ്. മാഡത്തിന് ഇംഗ്ലീഷിൽ പ്രാഗൽഭ്യം പോരാ. നീ പറയുന്ന ഇംഗ്ലീഷ് ആർക്കും മനസ്സിലാവില്ല. യുവർ ഓണർ. നോക്കൂ സർ. സാറെന്നോ? ഒരു നിമിഷം. അതെ, ഇത് കോർട്ടല്ല, പോലീസ് സ്റ്റേഷനാ. ഞാൻ ജഡ്ജിയല്ല, ഇൻസ്പെക്ടറാ. മാഡം, ഇത് കോർട്ട് അല്ലെങ്കിലും ഞാൻ ലോയറാ. നിങ്ങൾ ഇടയ്ക്കേറി ഒന്നും പറയരുത്, ഞാൻ എല്ലാം മറന്നുപോകും. എന്താണ് കാര്യം? നോട്ട് ദി പോയിന്റ് യുവർ ഓണർ. നമ്മുടെ പെൺകുട്ടികൾക്ക് എന്നും അനീതി മാത്രമാണ് നടക്കുന്നത്. അതിനെ എതിർക്കാനുള്ള ഒരു സമയം സമാഗതമായിരിക്കുന്നു. പെണ്ണ് വീടിന്റെ ഐശ്വര്യമാണെന്ന് പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വീട്ടുകാർ പെണ്ണിനെ ഒരു ഭാരമായി കരുതുന്നു. ഇതിനെതിരെ ശബ്ദമുയർത്താൻ ഈ നാട്ടിൽ ആരും തന്നെ ഇല്ലേ? എല്ലാം പൊടി പൊടിയായി. അല്ല ദേവി, ഇത് കാര്യം എന്താന്ന് പറയൂ. നമ്മുടെ നാട്ടിലെ നിയമമനുസരിച്ച് ദാമ്പത്യ ജീവിതം നയിക്കുവാൻ ആണിന് 21 വയസ്സും പെണ്ണിന് 18 വയസ്സും പൂർത്തിയാകണം. പക്ഷെ ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് വിവാഹം നടത്താൻ പോകുന്ന ഇത് അനീതിയല്ലേ? ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്കൊക്കെ നല്ല ബുദ്ധിയുള്ളവരാ. ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് അവർ കൂട്ടു നിൽക്കില്ല. മാഡം, ഞാൻ പറഞ്ഞ പെൺകുട്ടി ഒരു മണ്ടിയാണ്. സ്കൂളിന് 3 ദിവസം അവധി കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഈ കല്യാണത്തിന് അവൾ സമ്മതിച്ചത്. മാഡം, നിങ്ങൾ കംപ്ലീറ്റ് പോലീസ് സേനയുമായിട്ട് പോയി ഈ വിവാഹം നിർത്തണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. അവരെന്തെങ്കിലും ചെയ്തോട്ടെ, വിട്ടേക്ക്. വിടാൻ പാടില്ല മാഡം, ഇത് അനുവദിച്ചുകൂടാ. ഞങ്ങൾ 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് പോയാൽ റേപ്പെന്നും കിഡ്നാപ്പ് എന്നും പറഞ്ഞ് പല കേസുകൾ ഞങ്ങളുടെ പേരിലാക്കി ഞങ്ങളെ കൊല ചെയ്യില്ലേ? ഇന്ന് നടക്കുന്ന വിവാഹം നിങ്ങൾ തടഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ നേരെ കമ്മീഷണർ ഓഫീസിലേക്ക് പോയി അവിടെ പരാതിപ്പെടും. ഏതൊരു തെണ്ടി കംപ്ലൈന്റ് തന്നെന്നും പറഞ്ഞ് എന്റെ മോളുടെ കല്യാണം മുടക്കാൻ വന്നിരിക്കുകയാണോ? നോക്ക് മാഡം, ഇനി നിങ്ങളല്ല, മിലിറ്ററി വന്ന് പറഞ്ഞാൽ പോലും എന്റെ മോളുടെ കല്യാണം നടന്നിരിക്കും. പ്രസിഡന്റ്, നല്ല വാസന വരുന്നുണ്ട്. ഒരു 10 ആടിനെങ്കിലും അറുത്ത് കാണും. സെക്രട്ടറി, പണക്കാരല്ലേ, കുറഞ്ഞതൊരു 15 ആടിനെങ്കിലും അറുത്ത് കാണും. മൈനർ ആണെന്നുള്ള കാര്യം എനിക്കും അറിയാം. ഗവൺമെന്റ് 100 നിയമങ്ങൾ പറയുന്നുണ്ടായിരിക്കും, പക്ഷെ അതൊന്നും തലവെക്കേണ്ട കാര്യം എനിക്കില്ല. നാളെ എന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുള്ള ഉത്തരവാദിത്വമൊക്കെ നിങ്ങളുടെ ഗവൺമെന്റ് ഏറ്റെടുക്കോ? അല്ല, എനിക്ക് കംപ്ലൈന്റ് വന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഇപ്പൊ ഞാൻ ആക്ഷൻ എടുത്തില്ലെങ്കിൽ എന്നെ പറ്റിയുള്ള കംപ്ലൈന്റ് കമ്മീഷൻ ഓഫീസിലേക്ക് പോകും. സോറി ക്ഷമിക്ക, കണ്ടില്ല.
എടാ എത്തി നോക്കി താനെന്താ അവിടെ കുളിസിയും കാണണോ ഇങ്ങോട്ടാ. ഇങ്ങക്കിപ്പ എന്നാ വേണ്ടേ? ആടെ കല്യാണം നടക്കോ എന്തോ? ഞങ്ങൾക്കും അതേ ടെൻഷൻ തന്നെയാ. കല്യാണം നിന്ന് പോകുന്ന പേടിയാ. വേഗം പഴുപ്പ് ഞങ്ങൾ കഴിച്ചിട്ട് പൊക്കോളാം. എടോ കുച്ചിനി, കൗണ്ടർക്ക് കല്യാണം നടക്കുമോ നടക്കൂല്ലോ എന്നുള്ള ടെൻഷൻ, നിങ്ങൾക്ക് ഇത് വിളമ്പാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ, ഞങ്ങൾക്കാണെങ്കിൽ ഭക്ഷണം കിട്ടിയിട്ട് ഇത് തിന്ന് തീർക്കാൻ പറ്റുമോ എന്നുള്ള ടെൻഷൻ. ഓരോരുത്തർക്കും ഓരോ ടെൻഷൻ ആടോ. താൻ പോയി ചോറ് എടുത്തു ഒന്ന് പോടോ. കൊതിയന്മാര്. ദേഷ്യം വന്നാ പിന്നെ ഞങ്ങൾ കഴിക്കാതെ പൊയ്ക്കളയും കേട്ടോ. നോക്ക് സാർ, നിങ്ങളായിട്ട് കല്യാണം നിർത്തിയാൽ അതാ നല്ലത്. കമ്മീഷണർ അടുത്തേക്ക് കംപ്ലൈന്റ് പോയി കേസായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടും. പിന്നെ പേപ്പറിലും ചാനലിലും ഒക്കെ ഇത് തന്നെയായിരിക്കും വാർത്ത. തനിക്ക് കൈക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ലല്ലോ. പിന്നെ എന്താ ഇത്ര വിഷമം? ഇല നിറച്ചിട്ടോ. എന്നാ തിന്ന് തിന്ന്. ഭാര്യ എടോ ലെഗ് പീസ് വെക്കാതെ സാമ്പാർ ഒഴിച്ചോണ്ടിരിക്കുന്നേ. സാമ്പാർ മാത്രമേ ഉള്ളോ? നോൺ വെജ് ഇല്ലേ? ആരാ പറഞ്ഞ നോൺ വെജ് ഉണ്ട്? വലിഞ്ഞു കയറി വന്നാലും പോലെ നിനക്ക് നോൺ വെജ് ഓർമ്മ തിന്നിട്ട് പോടാ. അമ്മ സത്യമായിട്ടും ആട്ടറച്ചിയുടെ പടം പൂക്കിൽ വന്നതാ പ്രസിഡന്റ്. പോട്ടെ സെക്രട്ടറി, ഒത്തിരി ഫീൽ ചെയ്യല്ലേ. കിട്ടിയത് ഊട്ടിന്ന് വിചാരിച്ച് തട്ടിയിട്ട് വീട്ടിൽ പോവാം. ഇതിലും ഭേദം വീട്ടിൽ പോയി വല്ല റേഷനറിയുടെ കഞ്ഞി കുടിക്കണോ? അവിടെ നിന്ന് ഓടിച്ചോണ്ടല്ലേ ഇങ്ങോട്ട് വന്നേ. കൂടുതൽ ഓവറായി കുളമാക്കല്ലേ. തിന്നേച്ച് വേഗം സ്ഥലം വിടാം നമുക്ക്. ശിവശങ്കര ഗൗണ്ടറുടെ വീട്ടിലെ കല്യാണം നിർത്തിവച്ചിരിക്കുന്നു. എല്ലാവരും പോയിക്കോളൂ. ഉഗ്രൻ ഡിസിഷൻ. പക്ഷെ കുറച്ച് ലേറ്റ് ആയി പോയി. ആരാടാ അവിടെ മിസിലടിച്ചത്? പ്രസിഡന്റ്, ഇവിടെ ആർക്കും നമ്മളെക്കാൾ സന്തോഷം ഉണ്ടെന്നാ തോന്നുന്നത്. സൗണ്ട് കേട്ടിട്ട് നമ്മുടെ സംഘത്തിലെ അംഗമാണെന്ന് തോന്നുന്നു. ആളെ കണ്ടുപിടിച്ച ഒരു പോസ്റ്റ് കൊടുക്കാം. സെക്രട്ടറി സ്ഥാനം തന്നെ കൊടുത്താലും. ഖജാൻജി പോസ്റ്റ് കാലിയായി കിടക്കല്ലേ. നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് ഈ കല്യാണം നിർത്തിച്ചതിൽ വളരെ നന്ദിയുണ്ട് കൗണ്ടറെ. ഞാൻ വരട്ടെ. മാഡം, നിങ്ങളുടെ വാക്കിന് വില കൽപ്പിച്ചാണ് ഞാൻ ഈ കല്യാണം നിർത്തിയത്. ദയവ് ചെയ്ത് നിങ്ങൾക്ക് കംപ്ലൈന്റ് തന്ന മഹാമനസ്കനാരാണെന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. സോറി സാർ, അതെനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. കോൺഫിഡൻഷ്യലാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ന് ഈ കല്യാണം നിർത്തിയത് നിങ്ങൾക്ക് തെറ്റായെന്ന് തോന്നിയേക്കാം. പക്ഷെ പിന്നീട് ഒരിക്കൽ ഇത് ശരിയായിരുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇറങ്ങുന്നു സാർ. കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്ത കല്യാണമായിരുന്നു. നിന്നു പോയി മക്കളെ. ഈ കല്യാണത്തിന് 1 കോടി രൂപയോ? ഈ പന്തലിനും വിളക്കിനെല്ലാം ചേർത്ത് 1 കോടി ആയെന്ന്. അതെ, 1 കോടി രൂപ എന്ന് എല്ലാരും പറയണേ. തലയിലെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? കമ്പ്യൂട്ടർ വീട്ടിലെ മോനെ ഉള്ളത്. അമ്മച്ചി പോയാട്ടെ. എനിക്ക് സംശയം പിള്ളേരാ ഇവന്മാരായിരിക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടാവുക. നോക്കിയേ, ലോ, യുവന്മാരൊക്കെ വെറും കൊച്ചു പിള്ളേരാ. അത്രയ്ക്കൊന്നും ധൈര്യം യുവന്മാർക്കില്ല. കൗണ്ടറേ, എനിക്ക് ആ മൊട്ടത്തലേനെ തന്നെയാ സംശയം. അങ്ങോട്ട് നോക്കുക. വണ്ടിയിട്. ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും അവർക്ക് ഈ ശിവശങ്കര ഗൗണ്ടർ ആരാണെന്ന് അധികം വൈകാതെ മനസ്സിലാവും.